ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തയ്യൽ മെഷീൻ ഇല്ലാതെ നമുക്ക് കൈസൂചി വെച്ചിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. അതായത് ഇതിൽ ഈ മെറ്റീരിയൽ എനിക്കൊരു ചുരിദാർ കട്ട് ചെയ്ത സമയത്ത് അതിൽ നിന്ന് ബാലൻസ് വന്ന പീസാണിത്. ഇതുപോലെ ഇതിൽ ഒരു അംബ്രല്ലയുടെ പാവാടയുടെ ലെങ്ത്, സ്കർട്ടിൻ്റെ ലെങ്ത് കുറച്ചപ്പോൾ വന്ന ബാലൻസ് പീസാണത്. അപ്പോൾ ഇതുപോലത്തെ രീതിയിൽ നമ്മൾ തയ്ക്കുന്നതിന് കൂടുതൽ നമുക്ക് ആവശ്യം നെറ്റ് ആകുമ്പോൾ നമ്മുടെ സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടി വരില്ല. സൈഡ് പിരിഞ്ഞു പോകുന്ന മെറ്റീരിയലല്ല. ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞുങ്ങളുടെ ഹെയർ ക്ലിപ്പ്, അതുപോലെ തന്നെ വലിയവർക്ക് യൂസ് ചെയ്യുന്ന ഹെയർ ക്ലിപ്പ്, ഹെയർ ബോ, കുഞ്ഞുങ്ങൾക്കുള്ള ഹെയർ ബോ, കുഞ്ഞുങ്ങളുടെ തന്നെ നമ്മുടെ ഫ്രോക്ക്, ഇതിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ നെറ്റ് തുണിയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ നെറ്റാണെങ്കിൽ മറ്റേ സാധാരണ തുണികളിൽ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ പിരിഞ്ഞ് വരും. ഇതിലിപ്പോൾ നെറ്റിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഉള്ള നെറ്റിൻ്റെ തന്നെ മെറ്റീരിയൽ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൽ ഈ 4 ഇഞ്ച് വീതിയിലുള്ള സ്ഥലമാണ് എനിക്കിപ്പോൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 30 അല്ലെങ്കിൽ 40 ഇഞ്ച് നീളമുള്ള ഒരു തുണി എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ 2 സൈഡ് ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഈ ഫോൾഡ് ചെയ്ത ഭാഗത്താണ് നമ്മൾ സൂചി വെച്ച് തയ്ക്കുന്നത്. ഇത് ഓപ്പൺ സൈഡാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഫോൾഡ് ചെയ്ത ഭാഗം നോക്കി വെറുതെ സാധാരണ നമ്മൾ കൈസൂചി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ തുണി കീറുമ്പോൾ സ്വന്തമായിട്ട് നമ്മൾ തയ്ക്കുന്ന രീതി തന്നെയാണ്. ഇതുപോലെ ഇങ്ങനെ ചെറിയ പ്ലീറ്റ് കിട്ടുന്ന രീതിയിലൊന്നും ഇങ്ങനെ പ്ലീറ്റ്സ് ആയിട്ടൊന്നും വേണ്ട, ഇങ്ങനെ നമ്മൾ സാധാരണ തയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ സൂചി ഇങ്ങനെ കൊരുത്ത് തയ്ച്ചു കൊടുക്കണം. ഇത് ഈ ഭാഗം മുതൽ എൻഡ് വരെയും അപ്പുറത്തെ സൈഡ് വരെയും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് തയ്ച്ച് തീർന്നതിന് ശേഷം നമുക്കിതുപോലെ ഈ സൂചി ഇരിക്കുന്ന ഭാഗം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുരുങ്ങിക്കോളും. അപ്പോൾ ഇതിങ്ങനെ പ്ലീറ്റ് വന്നതുപോലെ ആയല്ലോ. ഇതിങ്ങനെ നമുക്ക് ചുരുക്കിയെടുക്കാം. കണ്ടോ? അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പായിട്ട് വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇങ്ങനെ ചേർത്ത് നമുക്ക് പിടിച്ചിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിന് ശേഷം തയ്ച്ചെടുക്കണം. അപ്പോൾ എല്ലാം സിമ്പിളായിട്ടാണ്, ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. ഇതിങ്ങനെ മടക്കി വയ്ക്കുന്ന ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ചേർന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് കറക്റ്റായിട്ട് ഇളകി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് തയ്ച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലെ ലെയർ ഒരുമിച്ച് ചേർത്തല്ലേ നമ്മൾ തയ്ച്ചത്, രണ്ടും കൂടെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ചേർന്നിരിക്കുന്ന ഭാഗമൊക്കെ നമുക്കിത് ഇങ്ങനെ ഒന്ന് മാറ്റി വിടർത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നടുക്ക് ഒരു മുത്ത്, എന്തെങ്കിലും വീടുകളിൽ മുത്ത് കാണുന്ന നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും മുത്ത് വെച്ച് ഒന്ന് നടുക്ക് ഒന്ന് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു ബ്ലാക്കിൽ ചെയ്തെടുക്കുമ്പോൾ ഇതിലിപ്പോൾ നെറ്റിൻ്റെ സൈഡ് വന്നിട്ട് കരഭാഗമല്ല, ഇതിൽ കരഭാഗം വരുന്ന സൈഡ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സൈഡ് വരുമ്പോൾ അതിന് ആ പൂ വേറൊരു രീതിയിലിരിക്കും, ഒരു ഭംഗി കുറച്ചുകൂടെ അതിനൊരു വ്യത്യാസം വരും. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ സെൻറ്ററിൽ നമുക്ക് മുത്ത് വയ്ക്കുന്ന കാണിച്ചു തരാം, അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതിൽ ബ്ലാക്ക് നെറ്റിൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഫോൾഡ് ചെയ്തിട്ടല്ല വെക്കുന്നത്, ചേർത്ത് വയ്ക്കുമ്പോൾ 2 സൈഡ് മുകളിൽ കര വരുന്ന രീതിയിൽ 2 പീസായിട്ട് മുറിച്ചെടുത്തിട്ടാണ് ചേർത്ത് വയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 2 സൈഡിൽ കര, ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു സൈഡിൽ കര കാണും, ഫോൾഡ് ചെയ്ത് മുകളിൽ വരുന്ന ഭാഗത്ത് ഒരു സൈഡ് കര കാണില്ല. അതുകൊണ്ട് ഇതുപോലെ 2 സൈഡ് ഇങ്ങനെ ചേർത്താണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കര ഭാഗം 2ഉം മുകളിലായിട്ടാണ് വരുന്നത്. കണ്ടോ? ഇതുപോലെ വയ്ക്കുമ്പോൾ ഇപ്പോൾ ഈ കര ഭാഗം 2ഉം വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നേരത്തെ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത്. നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിൽ ഡാർക്കായിട്ടുള്ള ഭാഗത്താണ് കര വന്നിരിക്കുന്നത്. നമ്മുടെ ഈ സൈഡിൽ വെച്ചിട്ട് എൻഡ് ഭാഗം താഴെ അറ്റത്ത് കൂടെ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. നേരത്തെ പോലെ 40 ഇഞ്ചോ നീളം 40 ഇഞ്ച് എടുക്കാം, 30 ഇഞ്ച് എടുക്കാം. നമുക്ക് തുണി എത്ര അവൈലബിൾ ആയിട്ടുള്ള തുണി. ഇനി ഇത് ഫുള്ള് നമ്മൾ തയ്ച്ചതിന് ശേഷം ഇങ്ങനെ ചുരുക്കി കൊടുക്കുക. ഇതിങ്ങനെ നമ്മളിങ്ങനെ ചുരുക്കി എടുക്കുന്ന സമയത്ത് തന്നെ അതിനൊരു ഡിസൈൻ തനിയെ വരുന്നുണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനിങ്ങനെ പ്ലീറ്റ് കൊടുത്ത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ ചുറ്റി വരുന്ന രീതിയിലും എടുത്ത് ചേർത്ത് പിടിച്ചെടുക്കാം. ഇനി സൈഡൊക്കെ ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കണം. നമുക്കിത് ചേർന്നിരിക്കുന്നതിനായിട്ട് തയ്ച്ചെടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ മുത്തോ അതല്ലെങ്കിൽ കല്ല് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഭംഗിക്കായിട്ട് നമുക്ക് സെൻറ്ററിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്റ്റിഫിൻ്റെ ഇതെടുത്ത് നമുക്ക് ഇത് പശ വെച്ച് ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പശ തേച്ച് ഒരു സ്ലൈഡിൽ ബണ്ണ് അങ്ങനെ നമുക്ക് ബോയിലൊക്കെ ഒട്ടിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഹെയർ ബോ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന ഹെയർ ബോ ആണെങ്കിലും അതല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ മെഷീൻ വേണമെന്നില്ല. നമുക്ക് കൈസൂചി വെച്ചിട്ട് തന്നെ ഹെയർ ബോയും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്കിത് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫ്രോക്കിലാണെങ്കിൽ നമുക്ക് ഇത് നേരിട്ട് ഇനി ഇതിലും അതുപോലെ തന്നെ സെൻറ്ററിലായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു മുത്താണ്. ഇത് വെച്ചിട്ട് നമുക്കിത് തയ്ച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീതി എടുക്കുന്ന സമയത്ത് 4 ഇഞ്ച് ഒക്കെ എടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ വീതി എടുക്കുന്നതിന് കുറച്ചെടുക്കുമ്പോൾ ചെറിയ അളവിലുള്ള നമ്മുടെ കുട്ടികൾക്കുള്ള സ്ലൈഡിലൊക്കെ വെക്കാൻ പറ്റുന്ന ഈ അളവിലുള്ളത്, ഇതിപ്പോൾ വലുതല്ലേ, ഇതിൻ്റെ ചെറുത് ഈ സൈസൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വീതി കുറച്ചാൽ മതിയാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.